ശശി തരൂരിന്റെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പിടിയിലായിട്ടുണ്ട്. കസ്റ്റംസിന്റെ പിടിയിലാണ് ശിവകുമാർ. ശശി തരൂരിന്റെ പി എ. നിങ്ങളിപ്പോ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്ക് അയാളെ പി എ ആണോ അയാൾ ഈ പുള്ളിയുമായിട്ട് ബന്ധം അതെനിക്കറിയില്ല. അതുകൊണ്ട് അത് അന്വേഷിച്ചേ പറയാൻ പറ്റൂ. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം. അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അന്വേഷിക്കാം, ഞങ്ങൾ അന്വേഷിക്കാം. എന്നിട്ടേ ഒരു അഭിപ്രായം പറയാൻ പറ്റൂ. അതെ 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 അദ്ദേഹത്തിന്റെ. ഞാൻ ഏതായാലും ഞാനും ഞെട്ടേണ്ടതാണല്ലോ. ഞാനും ഞെട്ടിയിരിക്കുന്നു. അല്ലാതെ എനിക്കതിനെ കുറിച്ചൊരു അഭിപ്രായം പറയണമെങ്കിൽ ഈ കാര്യം അന്വേഷിച്ചിട്ടല്ലേ പറയാം. അദ്ദേഹം ഞെട്ടുമ്പോൾ ഞാനും ഞെട്ടണമല്ലോ. ഞങ്ങളൊരേ പാർട്ടിക്കാരല്ലേ. അതെ, അതിനെക്കുറിച്ചൊന്നും പരസ്യമായ ഒരു അഭിപ്രായം പറയാൻ ഞാനില്ല. കാരണം അല്ലല്ല, അതിനെക്കുറിച്ചൊന്നും, കാരണം ഇതൊക്കെ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ്. അത് പത്രങ്ങളോട് പറയുന്നതോ പരസ്യമായി ഇതിന് വാർത്ത കൊടുക്കുന്നതോ ഒന്നും ശരിയല്ല. അതെല്ലാം ആ സംഘടനയ്ക്ക് അന്വേഷിക്കാനും അതിന്റെ മേൽഘടകങ്ങളുണ്ടല്ലോ, NSC ഉണ്ടല്ലോ, അതിനെല്ലാം സംവിധാനം ഉണ്ടല്ലോ. ഏതായാലും ഈ KSU ക്യാമ്പിൽ വെച്ച് ഈ പൂക്കോട്ടൂർ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ചെയ്തതുപോലെ ആരെയും 3 ദിവസം തുണിയില്ലാതെ കിടത്തി അടിക്കുകയും ആക്രമിക്കുകയും തകർക്കുകയും ഒന്നും ചെയ്തില്ലല്ലോ. ഇത് ക്യാമ്പിലുണ്ടായിട്ടുള്ള കാര്യം അവർക്ക് അന്വേഷിക്കാം, നടപടിയെടുക്കാം. അതിനെല്ലാം വിദ്യാർത്ഥി സംഘടന എന്ന നിലയിലെടുക്കാം സ്വാതന്ത്ര്യമുണ്ട്. കോൺഗ്രസിനകത്ത് അങ്ങനെ ഗ്രൂപ്പൊന്നുമില്ല. ഒരു കൈ കൊണ്ട് മാത്രം അടിച്ചാൽ എങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാകുന്നത്? 2 കൈ കൊണ്ട് അടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാവും? ഇല്ലല്ലോ. ഈ ശബ്ദം ഏകപക്ഷീയമായി വരുന്ന പ്രതിഷേധങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും അതിന് ഒരു തരത്തിലും നിങ്ങൾ ഈ പേരിട്ട് വിളിക്കരുത്. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുന്നു. അതിന് മരഭിപ്രായം കൂടി പറയുമ്പോഴല്ലേ വിവാദമുണ്ടെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതേക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് ആർക്കും പരസ്യമായ ഒരു പ്രതികരണം നടത്താൻ ഞങ്ങൾ അതിന് തയ്യാറല്ല. കാരണം സംഘടനയ്ക്കകത്ത് പറയേണ്ട കാര്യം സംഘടനയ്ക്കകത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.